ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓർഗാനിക് ഹാൻഡ് കോണിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഹാൻഡ് കോൺ ഉണ്ടാക്കാം, അത് നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാം, നമുക്ക് എങ്ങനെ ഒരു ഹെന്ന ബിസിനസ് തുടങ്ങാം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഓർഗാനിക് ഹാൻഡ് കോൺ ഉണ്ടാക്കാൻ എടുക്കുന്നത് 5 ഫിൽറ്റേർഡ് ആയിട്ടുള്ള രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. നമ്മളെപ്പോൾ ഓർഗാനിക് ഹാൻഡ് കോൺസിൻ്റെ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ മാക്സിമം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് എടുക്കുക, എന്നാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാൻഡ് കോൺ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു 500 ഗ്രാം ഹെന്ന പൗഡർ, അതിലേക്ക് 200 ഗ്രാം ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് 100 ഗ്രാം ഹെന്ന പൗഡറിന് 40 ഗ്രാം ഷുഗർ വെച്ചിട്ട് 500 ഗ്രാം ഹെന്ന പൗഡറിന് 200 ഗ്രാം ഷുഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു പേസ്റ്റ് പരുവത്തിലെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുന്ന വീഡിയോ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ ഒഴിച്ചിട്ടുണ്ട്. എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് നമ്മളൊരു ഭയങ്കര ലൂസാക്കറ്, അത്യാവശ്യം ഒരു മാക്സിമം നമുക്ക് അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കാണുന്ന പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിതുപോലെ ഭയങ്കര നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നില്ല, നമ്മൾ ഡ്രൈ റിലീസിന് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അടച്ച് എയർ ടൈറ്റ് ആയിട്ട് ഡ്രൈ റിലീസിന് വെക്കുക. അതിനുശേഷം ഒരു 8 to 24 ഹവേഴ്സിനുള്ളിൽ വെക്കണം. ഞാൻ സാധാരണ ഒരു 12 ഹവേഴ്സ് അങ്ങനെയാണ് വെക്കാറുള്ളത്. അതിനുശേഷം നമ്മളെടുത്ത പേസ്റ്റാണിത്. ഇത് നമ്മൾ വീഡിയോ 2-3 പ്രാവശ്യമായിട്ട് എടുത്തതാണ്. എല്ലാം കൂടി മിക്സായിട്ടൊരു വീഡിയോ ഇടാമെന്നുള്ളതിൽ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇനി അടുത്തതായാണ് ഈ ഡ്രൈ റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പേസ്റ്റ് ഓപ്പൺ ആക്കുന്ന ആ ഒരു പാർട്ട്. അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനുള്ള പാർട്ടാണ്. അതായത് നമ്മൾ ആ ഡ്രൈ റിലീസ് കഴിഞ്ഞ് നമ്മൾ ആ പേസ്റ്റ് റിമൂവ് ആക്കുമ്പം അടിയിലായ ഒരു ഗ്രീൻ കളറും മുകളിലായ ബ്രൗൺ കളറും അടിയിലെ ആ ബ്രൗൺ കളറും അതാണ് നമ്മളെ കോണ് ഡ്രൈ റിലീസ് ആയത് എന്നുള്ളതിനുള്ള തെളിവ്. അതായത് ആ ഒരു ബ്രൗൺ കളർ മുകളിലും അടിയിൽ ഗ്രീനും, അങ്ങനെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ ആ പേസ്റ്റ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാക്സിമം ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ പേസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അതിന് കണക്കായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക. ഇതിപ്പം കുറച്ച് ബൾക്കായിട്ടുള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഉണ്ടാക്കാൻ. കാരണം നമ്മൾ 100 ഗ്രാമെല്ലാം എടുക്കുന്നതാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതുപോലെ ബൾക്കായിട്ടെല്ലാം ചെയ്യുമ്പം കുറച്ച് എഫേർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ എഫേർട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലേ നമ്മൾ ആ ഒരു പേസ്റ്റിലുള്ള ചെറിയ ക്രംസും കട്ടകളും പോലെയുള്ള ചെറിയ തരികളെല്ലാം നമ്മൾ ബീറ്റ് ചെയ്യുമ്പം അതിൽ ഒരു 95% അതിൽ തന്നെ ബീറ്റായി പോയിക്കോളും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിലൂടെയും നമ്മളെ പേസ്റ്റ് കുറച്ചുകൂടി സ്മൂത്താവുകയും ചെയ്യും. പേസ്റ്റിലുള്ള എല്ലാ ക്രംസും കട്ടകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. നല്ല സ്മൂത്ത് ആൻഡ് നീറ്റായിട്ടുള്ള കോണ് ഉണ്ടാക്കാനും പറ്റും. ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് ലൂസായിട്ടുള്ള പേസ്റ്റ് ആവും. പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ അടുത്തുനിന്ന് ഇതുപോലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിന്. ഞാൻ കുറേ ബൾക്കായിട്ട് വെള്ളം ഒഴിച്ചു പോയി, പിന്നെ ഭയങ്കര ലൂസായിട്ടുള്ള പേസ്റ്റ്. നമ്മൾ അതുപോലത്തെ മിസ്റ്റേക്സ് ഒന്നും വരാണ്ട് നോക്കുക മാക്സിമം. ഇതുപോലെ ബൾക്കെല്ലായിട്ട് ആക്കുമ്പം മാക്സിമം ശ്രദ്ധിക്കുക അതുപോലത്തെ മിസ്റ്റേക്സ് ഒന്നും വരാണ്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ പേസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ ഈ കൺസിസ്റ്റൻസിയിലാണ് സെയിലാക്കുന്ന കോൺസിനുള്ള പേസ്റ്റ് ഉണ്ടാക്കാറ്. ഇതിലും ലൂസാക്കലില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ഇതാണ് മെഹന്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അങ്ങനെ നമ്മളെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും പാർട്ട് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരണം, അല്ല എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ നമ്മളൊരു ഓൺലൈൻ ഹെന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 10 days ഹെന്ന ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ നമ്മളെ പേസ്റ്റ് ഏകദേശം റെഡിയായി ഓക്കെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ ഹെന്നയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട്, അതായത് സ്ട്രെയിനിങ് പ്രോസസ്സ്.
ഈ ഹെന്ന ഉണ്ടാക്കുന്നതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, ഈ സ്ട്രെയിനിങ് പ്രോസസ്സ്. ബട്ട് നമ്മളിങ്ങനെ ബൾക്കായിട്ടെല്ലാം കോൺസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിർബന്ധമായിട്ട് സ്ട്രെയിൻ ചെയ്യണം. എന്തായാലും അതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തരികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സിലൂടെ അത് ക്ലിയറായി കിട്ടും. നമ്മൾ മാക്സിമം അല്ല, മസ്റ്റായിട്ട് ഇതുപോലെ ബൾക്കായിട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും സ്ട്രെയിൻ ചെയ്യണം. ബൾക്കായിട്ട് എന്നല്ല, നമ്മളൊരു 100 ഗ്രാമിന് ഉണ്ടാക്കുന്നതായാലും സ്ട്രെയിനിങ് പ്രോസസ്സ് മസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൽ ഒന്നുമില്ല, ഒരു ക്രംസോ അങ്ങനത്തെ ഒന്നും ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സ്ട്രെയിൻ ചെയ്യണമെന്നില്ല. ബട്ട് മാക്സിമം ഉണ്ടാക്കുന്ന ആൾ സ്ട്രെയിൻ ചെയ്യാൻ നോക്കുക. സ്ട്രെയിനിങ് പ്രോസസ്സ് ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു ബൗള്, ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട ഷോക്സ് ഇറക്കി വെച്ചിട്ട് വലിച്ചെടുക്കുക. ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ട്, ഈ വലിച്ചെടുക്കുക എന്നുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ നമ്മൾ മാക്സിമം നമ്മളെ കോൺസ് നീറ്റാക്കാൻ നോക്കുക. നമ്മളെ കോൺസ് എത്രത്തോളം പെർഫെക്റ്റ് ആണോ അതുപോലെ ആയിരിക്കും നമ്മളോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇതും. ഇപ്പോൾ നമ്മളെ കോൺസിൽ സ്ട്രെയിൻ ചെയ്യാണ്ടെല്ലാം ഭയങ്കര ക്രംസും അങ്ങനെയെല്ലാം ആയാലും പിന്നെ കസ്റ്റമേഴ്സ് നമ്മളോട് കോൺ വാങ്ങിക്കില്ല. അപ്പോൾ നിങ്ങളൊരു ഹെന്ന ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മസ്റ്റായിട്ടും നോക്കേണ്ട കാര്യമാണ്. പിന്നെ എൻ്റെ ഹെന്ന ബിസിനസ്സിലെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത്. അതായത് എൻ്റെ സിസ്റ്റർ, എൻ്റെ ലാസ്റ്റത്തെ സിസ്റ്റർ. ഇവളെ സ്ട്രെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റാ പേജിലുണ്ട്. അപ്പോൾ ഇവളാണ് എൻ്റെ അസിസ്റ്റൻ്റ് എന്ന് എന്ത് വേണേലും പറയാം. അപ്പോൾ നമ്മൾ സ്ട്രെയിനിങ് പ്രോസസ്സെല്ലാം കഴിഞ്ഞ് കോൺ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് അടുത്തതാണ് നമ്മൾ കോൺ മേക്കിങ്. അങ്ങനെ നമ്മളെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയ കോൺസെല്ലാം നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമ്മൾ ഇനി ഇതിൽ ഉള്ള ബാക്കി ഐറ്റംസ് എല്ലാം വാഷ് ചെയ്യാൻ കൊണ്ടിടണം. അതാണ് അടുത്താണ്. ഈ ഹെന്നയിലാക്കുമ്പം ഇങ്ങനത്തെ ബൗൾസ് ഇതെല്ലാം അപ്പാടപ്പാടെ കഴുകി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ കുറേ ടൈം വെച്ച് അത് ഡ്രൈ ആയി അങ്ങനെയെല്ലാം വാഷ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ അപ്പം ക്ലീൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കോണിൽ പേസ്റ്റ് ഫിൽ ചെയ്യുന്നതാണ്. നമ്മളൊരു കോണ് 27 to 30 ഗ്രാമിൻ്റെ ഉള്ളിലാണ് ആക്കാറുള്ളത്. ഒരു 27, 28, 29 ഏകദേശം ആ ഒരു ഇതിൽ 30ക്കുള്ളിലാണ് ഒരു കോണ് സെയിൽ ചെയ്യുന്ന ഒരു കോൺ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം കോൺസെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ കോൺസ് ഉണ്ടാക്കുന്നത്, കോൺ റോൾ ചെയ്യുന്നത്, ഇതുപോലെ സീൽ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണോ എന്നുള്ള ആൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് മെഹന്തിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് വീഡിയോ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.